ഹലോ അമിഗോസ് കൊമേസ്താൻ. അങ്ങനെ ഗൈസ്, നമ്മൾ ഇന്നത്തെ നടത്തം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഒരു ദിവസം റെസ്റ്റ് എടുത്തു. കാരണം നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ നല്ല കുറച്ച് മനുഷ്യന്മാരെ കണ്ട് ഹിമാചലിലുള്ള ഒരു നല്ല രീതിയിൽ നമ്മൾ വെൽക്കം ചെയ്ത് ഫുഡൊക്കെ ഫ്രീ ആയിരുന്നു. അവരെ ആപ്പിൾ തോട്ടത്തിൽ ടെൻ്റ് അടിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കാലൊക്കെയാണെങ്കിൽ കുറച്ച് ചീനായിരിക്കുകയാണ്. അപ്പോൾ ടെൻ്റ് അടിക്കുമ്പോൾ നമുക്ക് സ്റ്റാൻഡ് ചിലവ് വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ദിവസം കൂടി അവിടെ നിന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ നടത്തം വീണ്ടും ആരംഭിച്ചു. യെസ്, നല്ലോണം കിതക്കുണ്ട് ഇന്ന്. ആൻഡ് നല്ല വെയിലുണ്ടെന്ന്, പെരും വെയിൽ. ഇന്ന് തണുപ്പങ്ങോട്ട് കിട്ടണില്ല, ഭയങ്കര വെയിലുള്ളത്. ഗൈസ്, ഇവിടുത്തെ കൈതകൾ. ഹലോ, അസ്സലാമു അലൈക്കും. യെസ്, ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ കതച്ച് ഇതൊരു കാറ്ററിങ് കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇന്നത്തെ ലക്ഷ്യം ഇന്നങ്ങനെ ലക്ഷ്യമില്ല. കാരണം ഇന്ന് ഇറങ്ങിയപ്പോൾ വൈകി. നമ്മൾ 10 മണിക്ക് ഇറങ്ങിയത്. അപ്പോൾ എത്ര നടക്കാൻ പറ്റുമെന്ന് അറിയില്ല. സുണ്ടോ പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്, 14 കിലോമീറ്ററാണ്. അയ്യോ, വർത്തമാനം പറയുകയാണെങ്കിൽ സുംഡോ പറഞ്ഞ വില്ലേജ് ഉണ്ട്, 14 കിലോമീറ്റർ. അവിടെ വരെയെങ്കിലും എത്തണം എന്നാണ് നമ്മൾ ലക്ഷ്യമുള്ളത്. യെസ് ഗൈസ്, നടക്കാം. ഗൈസ്, നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ ഒരു റെസ്റ്റ് എടുക്കാതെ നമ്മൾ 10 കിലോമീറ്ററാണ് നടന്നത് ഇന്ന്. 4 കിലോമീറ്റർ നടന്നാലേ സുംഡോ പറഞ്ഞൊരു വില്ലേജിലെത്തി. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഇപ്പം ഉണ്ടായതിൻ്റെ ആളെ കാണില്ല. മുപ്പര് ഞാനും കുറച്ച് ചില നേരത്ത് ഇങ്ങനെ നടക്കുകയാണ്. കാരണം മുപ്പത് ചിലപ്പോൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് പോകും, ചിലപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കും, മുപ്പര് അങ്ങനെ പോകും. അങ്ങനെ രണ്ടാളും അങ്ങനെ പോയതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒറ്റ സ്ട്രെച്ച് ഇങ്ങനെ ആ ഒരു നടന്ന വൈബിൽ ഇങ്ങനെ നടന്നു. പിന്നെ നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു വെയിലില്ലാത്ത സ്ഥലം കണ്ടു. ഇനി കാത്തുക്കാം, അല്ലാനൊന്നും നടക്കൂല. അത് വിളിച്ചാനാണെങ്കിൽ നെറ്റും ഇല്ല, റേഞ്ചും ഇല്ല, ഒന്നുമില്ല. അത് ഭയങ്കര പ്രശ്നം. ഇപ്പോൾ നടന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഇവിടെയാണ് കുറച്ചെങ്കിലും തണലുള്ളത്, ബാക്കി ഫുള്ള് വെയിലാണ്. ഇനി കുറച്ച് നേരം ഇവിടെ കാത്തുക്കട്ടെ. ഓക്കെ. അങ്ങനെ ഗൈസ്, ഞാൻ കുറേ നേരം കാത്തുനിന്നു, 1 മണിക്കൂറോളം കാത്തുനിന്നിട്ടാ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്ടേ, ഞാനിങ്ങോട്ട് കാണാനിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടി ചെന്നാണ് ഇവിടെ ബാഗൊക്കെ വെച്ചിട്ടേ. അപ്പോൾ നോക്കിയപ്പോൾ മൂപ്പരും ഈ ഭാഗത്ത് നിൽക്കണം. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര കുഴങ്ങി, ടയേർഡായി. മൂപ്പരെ കഴിഞ്ഞാൽ അതാ പോണു, അതാ ടയേർഡായി. അപ്പോൾ ഇങ്ങനെ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ പോവാണ്. റെസ്റ്റ് എടുത്താൽ പിന്നെ എന്താ പറയുക, പിന്നെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കാം. ഞാൻ 1 മണിക്കൂറോളം ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇവിടെ. അപ്പോൾ ഇത് ബാഗ് ഇടാൻ മടിയാവുക, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. യെസ്, എന്തായാലും നടക്കട്ടെ. ഇനിയിപ്പോൾ ഒരു 4 കിലോമീറ്റർ പോയാൽ സുംഡോ വില്ലേജ് എത്തും. വില്ലേജിലെത്തി എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കുറച്ച് ഇങ്ങോട്ട് നടക്കാം. ചിലപ്പോൾ നടക്കും, അല്ലെങ്കിൽ വില്ലേജിൽ ടെൻ്റ് അടിക്കും. പക്ഷേ ഇന്ന് അത്ര കിലോമീറ്റർ നടന്നിട്ടില്ല. ഒന്നാമത് ഇന്ന് നേരം വൈകി നീച്ചാൻ, ഒക്കത്തിന് നേരം വൈകി. പിന്നെ ടെൻ്റ് ആയതുകൊണ്ട് നമുക്ക് എടുത്ത് വെച്ച് വരുമ്പോൾ തന്നെ ഒരു ടൈമും ആയി. അങ്ങനെ മൊത്തത്തിൽ ടൈം കുറേ പോയി ഇന്ന്. അതുകൊണ്ട് നോക്കാം, എവിടെ എത്തണോ അവിടെ ടെൻ്റ് അടിക്കാം. യെസ്, നടക്കട്ടെ. അങ്ങനെ ഗൈസ്, 10 മണിക്ക് ഇറങ്ങി നമ്മൾ 2:20 ആയപ്പോൾ സുംഡോ വില്ലേജിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് സുംഡോ വില്ലേജ്. അതിൻ്റെ കുഴങ്ങിയ സത്ത് പറഞ്ഞാൽ നല്ലോണം കുഴങ്ങി. ഒന്ന് അവിടെ അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല തോന്നുന്നു. കാരണം ഇവിടെ എന്തൊക്കെ ആർമിൻ്റെ ക്യാമ്പുകളും അതുപോലെ കുറേ ആർമി ആൾ ഇവിടെ ഉണ്ട്. വെൽക്കം ടു ഗ്രാമപഞ്ചായത്ത് GUE സുംഡോ. എനിക്കറിയില്ല ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇന്നാണ് നമ്മൾ നല്ലോണം ടയേർഡായി. കാരണം ഇന്ന് എന്താ അറിയില്ല, ഭയങ്കര വെയിൽ. പിന്നെ അതേപോലെ ജലദോഷമൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് തോന്നുന്നു ഭയങ്കര ടയേർഡായി. ഭയങ്കര വെയിലിന്ന്. വെള്ളത്തിൻ്റെ നിറം നോക്കൂ. സംഭവം എന്താ വെച്ചാൽ ഇത് കാഴ്ചയിൽ മഞ്ഞൊരുക്കാണ്ട് വരുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് ഇത്രയ്ക്കും എന്താ പറയുക ചളിവെള്ളമായിട്ട് വരുന്നത്. മഞ്ഞുരുകി സ്നോ ഉരുകിക്കാണ്ട് വരുന്ന വെള്ളമാണത്. ആൻഡ് നമ്മൾ
സ്പിറ്റി വാലി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് സ്പിറ്റി വാലി. ഇതിൻ്റെ ഞങ്ങൾ കുറച്ചുകൂടി പോകുമ്പോൾ സ്പിറ്റി വാലി എത്തും. നമ്മൾ ഏകദേശമൊക്കെ നമ്മളെ മെയിൻ റൂട്ടിലേക്ക് എത്താനായി. നമ്മൾ മെയിൻ റൂട്ട് പറഞ്ഞാൽ കാസ തൊട്ടാണ് തുടങ്ങുന്നത്. സ്പിറ്റി വാലി കാസ എന്നൊക്കെ ഇതവിടെ എഴുതി വെച്ചിരിക്കണേ. വെൽക്കംസ് യു ടു സ്പിറ്റി വാലി. അപ്പോൾ സ്പിറ്റി വാലിക്ക് നമ്മൾ ഏകദേശം എത്തി ഗൈസ്. അങ്ങനെ ഇവിടെ ഒരു കഫ്തീരിയ ഉണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കാൻ നിൽക്കുക. അയ്യോ, വെൽക്കം ടു സ്പിറ്റി വാലി. അപ്പോൾ സ്പിറ്റി വാലി നമ്മൾ എത്തിയാ, ഏകദേശം സ്പിറ്റി വാലിക്ക് നമ്മൾ എത്തി വന്നു. അയ്യോ കൊയങ്ങി ഗൈസ്. ഇവിടെ തിന്നാനാണെങ്കിൽ എന്താ പറയുക, ചായയും വെള്ളവും എന്താ പറയുക, ചോറൊന്നുമില്ല. സമൂസ അതൊക്കെ ഉള്ളത്. സമൂസ വിചാരിച്ച് ഗൈസ്. ജിലേബി പറഞ്ഞോ, ഇവിടെ ആകെ ഉള്ളത് സമൂസ, ജിലേബി, ചായ തന്നെ ഉള്ളൂ. എത്തിനാ പിന്നെ ഇത്രയും വലിയ കട തുറന്ന ചീട് നിൽക്കറിയില്ല. അയ്യോ, ജിലേബി ഗൈസ്. നമ്മളെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കയ്യൊക്കെ അടിക്കണു. आपका नाम इरशाद? इरशाद। सफदर? Yeah, सफदर जो अभी This प्लेस is में my बता रहा YouTube हूँ। channel. YouTube सफदर channel. सुरूर। ओके। वॉकिंग? Yeah. मेरा है आप कभी? मुझे लगा एक मिनट। यू डू रेगुलर वर्किंग? Yeah? रेगुलर Ah, वर्किंग? regular working. वेरी नाइस। That's so good. टेक केयर ऑफ योर हेल्थ। That's some Yeah. years guys। Thank you. Very nice। क्या सफदर? XCIF. Proud of you boss, proud of you। Yes. SCIFDHER. Oh yeah। THER. The first one. Yes. Thank you. What's yours? Guys, ഇവിടെ വൻ സ്വീകരണം. നമ്മൾ നടന്നിട്ടാണ് പോകേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ഒന്ന് കുഴങ്ങിയിട്ടാണ്, നല്ലോണം ക്ഷീണിച്ചു. നമ്മൾ ഈ കടയിൽ കുറച്ച് നേരം ഇരുന്ന് ഇന്ന് എന്താ പറയുക, 3 സമൂസ, 3 ജിലേബി, പിന്നെ ഒരു ബോട്ടിൽ വാടിലുള്ള അത്തന്ന്. യെസ്, പോവാം. വെയിലെന്നൊക്കെ പറഞ്ഞാൽ നാട്ടിത്തിനെയും കാട്ടി വെയിൽ പോലെ തോന്നി ഇവിടെ. എന്നൊക്കെ കാറ്റുമില്ല, അങ്ങനെ വല്ലാതെ ആ തണുപ്പാണ് കിട്ടണ ഈ മേത്തേക്ക്. ചുണ്ടൊക്കെ പൊട്ടിയിട്ട് അതുപോലെ വെയിലുണ്ട്. മുഖക്കാകെ എന്തോ പോലെ ആയിക്കണം. സൺസ്ക്രീൻ എന്ന് ചോദിച്ചിട്ടൊരു കാര്യമില്ല. ഹായ്, ഇവിടെ ഹിമാചലിലെ ഒരു ജിമ്മാണിത്, സുണ്ടോയിലെ ഒരു ജിം. എങ്ങനെയുണ്ട് നമ്മൾ അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ സ്പിറ്റി വാലിയിൽ എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു സ്പിറ്റി വാലി. ഇവിടെ സ്പിറ്റി വാലി റോട്ടുമ്പോൾ തന്നെ ചെക്കന്മാർ ക്രിക്കറ്റൊക്കെ കളിച്ചാണതാ. ഇവിടെ അതാ മറ്റേ സൈന്യ പ്രദക്ഷിണൊക്കെ ചെയ്യണ പോലെ ഉരുണ്ടിന് റോട്ടുമ്മലൊക്കെ. ചെറുക്ക വണ്ടി വരും, ഇത് പറഞ്ഞെടുക്കാനും പറ്റൂല, ഇന്ത്യ അല്ലേ. എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കാൻ കഴിച്ചു. ആ, വെൽക്കം, ബൈ ബൈ. ചെക്കന്മാരെന്തോ ഹിന്ദി ചോദിച്ചു, നമുക്ക് എന്താ അറിയാം, അറിയില്ല. അയ്യോ, ഇതാണ് നമ്മൾ പോണ റൂട്ട്. വെയിൽ എന്നൊക്കെ പറഞ്ഞാൽ അജാതി വെയിൽ. കുഞ്ചും പാസ് 152, 182 കിലോമീറ്ററാ. കുഞ്ചും പാസ്ക്ക് നമ്മൾ എത്താനുള്ളതാണ്. അയ്യോ, ഹലോ ഗായ്സ്, നമ്മൾ ലബ്ച വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇരുന്നതാ. പഠിച്ചവനെ ഇതുവരെ നടന്നില്ല. ഏറ്റവും എന്താ പറയുക, മടുത്ത ദിവസമാണിന്ന്. ഇത് നടന്ന് കണ്ട് ടയേർഡായി, അങ്ങനത്തെ ഒരു ദിവസമാണിന്ന്. കാരണം ഫുൾ വെയിൽ. ഈ ഭാഗത്തെത്തിയപ്പോഴാണ് കുറച്ചെങ്കിലും തണലെത്തിയത്. ആ ഭാഗത്ത് അവിടെ നിന്ന് നടന്നാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. പഠിച്ചവനെ ഫുള്ള് വെയിൽ കാണുന്നുണ്ട്. പിന്നെ പൊടിക്കാറ്റ്, ജലദോഷം വരുന്നുണ്ട്. അങ്ങനെ എല്ലാം പാടിയായിട്ട് മൊത്തത്തിൽ വയ്യ. ഇനി ഇവിടുന്ന് ടാബോക്ക് 20-something കിലോമീറ്റർ ഉണ്ട്. ലബ്ച വ്യൂ പോയിൻ്റൊക്കെ 9 എന്തോ സംതിങ് കിലോമീറ്റർ ഉണ്ട്. നമ്മളെ ലക്ഷ്യം ടാബ് ആയിരുന്നു. ടാബൊക്കെ എത്തില്ലാന്ന് ഉറപ്പായിരുന്നു. കാരണം നമ്മൾ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഏകദേശം 33 കിലോമീറ്റർ ഉണ്ട്. 30, 35, 40 ആ ഒരു കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ടാബൊക്കെ ഇന്നത്തെ ചാൻസില്ല. ഇനി
വേറെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെന്നാ റെക്കുംബിയോലൊക്കെ പോണ വൈക്കിൽ പോലെ ഇവിടെയും ഈ സെയിം അവസ്ഥയാണ്. ഇവിടെ മല, റോഡ്, അപ്പുറത്ത് നദി. അപ്പോൾ ടെൻ്റ് അടിക്കാൻ സൗകര്യം ഉണ്ടോ വെച്ചാൽ നമ്മൾ ഇതുവരെ ഇപ്പോൾ എടുത്തൊന്നും കണ്ടില്ല. ഇനി മേലെ പോയാൽ മേലെ ഉണ്ടാവുമോയെന്നും അറിയില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ചിലപ്പോൾ വണ്ടി കയറേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുടുങ്ങും. പോരാത്തിന് പറ്റ ടയേർഡായിക്കണം, നമുക്ക് എല്ലായിടത്തും ഇടാനും പറ്റില്ല. അതാണ് വിഷയം. ഇപ്പോൾ നദിൻ്റെ സൈഡിലാണെങ്കിൽ തന്നെ കുറേ ദൂരെ മാറിയിട്ട് ഇടാൻ പാടുള്ളൂ. കാരണം രാത്രിയായ വെള്ളം കൂടും. പിന്നെ മലൻ്റെ ചുറ്റിൽ എന്തായാലും ഇടാൻ പറ്റില്ല, കാരണം ഈ കല്ലൊക്കെ ഉരുണ്ട് വീഴുന്ന സ്ഥലമാണ് ഇതൊക്കെ. അപ്പോൾ അവൻ നടക്കില്ല. അപ്പോൾ ചിലപ്പോൾ വണ്ടി കയറും, മേ ബി എന്താവും നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ പോണടുക്ക് ഒരു ചങ്ങായി ലിഫ്റ്റാണ് അയച്ചത്. നമ്മളിങ്ങനെ കയറി. എന്താന്ന് പറഞ്ഞാല് ഞങ്ങൾ യാത്ര ഇതിൽ ഏറ്റവും ടോപ്പ് ചൂട് 5 ലിറ്റർ കിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ ബാക്കി നടക്കണം. നമ്മൾ 5 ലിറ്ററിന് കാലം റെസ്റ്റ് ആയിക്കൊണ്ടിട്ട് വെയിലെന്നൊക്കെ പറഞ്ഞാൽ അമ്മാതിരി വെയിലാണ്. അയ്യോ, നടന്ന് പണ്ടാരടങ്ങി പോയി. അപ്പോൾ കിട്ടിയപ്പോൾ ഒന്ന് കയറിയതാ. നമുക്ക് ഇനി ഇഷ്ടം പോലെ നടക്കാണ്ടേ. അപ്പോൾ ഇതൊക്കെ മനസ്സിലുള്ളതുകൊണ്ട് നമ്മൾ എത്ര തളർന്നാലും കുഴപ്പമില്ല. കുടിച്ചാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, നാട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. കാസ റൂട്ടൊക്കെ കയറിയാൽ മനസ്സിലാരും ഉണ്ടാവില്ല. നമുക്കെന്ത് പറ്റിയാൽ നമ്മളതിനെ നോക്കണം. അപ്പോൾ പിന്നെയാണ് ഇവിടെ ടെൻ്റ് അടിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മൾ ഇത് കയറി കുറച്ച് നേരം. ടാപ്പ് വരെ ഉള്ളൂ, ടാപ്പ് വരെയെങ്കിൽ ടാപ്പ് വരും. ഓക്കെ, പക്ഷേ രസം കിട്ടി. ഇതിലുള്ള യാത്ര നല്ല രസമുണ്ട്. കിട്ടി നടുപ്പ് കാണാൻ ഭയങ്കര രസമാവും ഇത് കാണാൻ. ഇപ്പൊ കാണാൻ എന്താ രസം. അയ്യോ, സ്ഥലങ്ങളൊക്കെ നോക്കി. ഓക്കെ, അങ്ങനെ ഇറങ്ങി. താങ്ക് യു. वो गाड़ी में जाना है, वो पिकअप में, वो पिकअप आगे जाएगा। वो लाख से कितना दूर है? लाख से तो आप पीछे देखिए। ताबू जाना, ताबू पास होने का ना। आपका नाम क्या है? चेरी। താങ്ക് യു. ശരി, അങ്ങനെ ഒരു 3-4 കിലോമീറ്റർ അത്ര വണ്ടി പോയിട്ടുള്ളൂ. നമ്മളിന്ന് 21 കിലോമീറ്റർ നടന്നു. അയ്യോ, 3 കിലോമീറ്റർ ആ 4 കിലോമീറ്റർ. പക്ഷെ അതിന് വലിയൊരു കാര്യമാണ്. അതിലോ അതിലേരാ അങ്ങനെ അടുത്ത ലിഫ്റ്റ് ഇവിടുന്ന് ടാബോക്ക്. ടാബോക്കിയാ കൈ കൂടി. അങ്ങനെ ഗായ്സ് ഇവിടെ വന്ന് സ്ഥലത്ത് ഇറക്കി തന്നു. ഇവിടെ അറിയില്ല, ടാബൊന്നും എത്തിയിട്ടില്ല അതിന് മുമ്പ്. അയ്യോ, थैंक यू भाई. ओके, आपका नाम क्या है? मेरा नाम तंजन. ओके, थैंक यू सो मच. ओके, ടാബ് എത്തുന്നതിന് മുമ്പ് നമ്മളിറക്കി. ഇവിടെ വരെ ഉള്ളൂ. ഇനി നമുക്ക് 10 കിലോമീറ്റർ നടക്കാനുണ്ട്. ഓ, ഇത് കണ്ട ആ നടുവിൽ മാത്രം ഒരു പാറ കഷ്ണം, ബാക്കി ഇങ്ങനെ ഒഴുകണം വെള്ളം. എന്നാലും നമുക്കിനി 10 കിലോമീറ്റർ നടക്കാനുണ്ട്, അതാണ് വിഷയം. അപ്പോൾ നമ്മളിന്നിപ്പോൾ വണ്ടിയിൽ ഇപ്പോൾ ഏകദേശം ഒരു 8-10 കിലോമീറ്റർ വന്നിട്ടുണ്ടാവുള്ളൂ അല്ലേ? വണ്ടിയിൽ ഏകദേശം 8-10 കിലോമീറ്റർ അങ്ങനെ അത്ര നമ്മൾ വണ്ടി വന്നിട്ടുള്ളൂ. 20 കിലോമീറ്റർ നമ്മൾ ഓൾറെഡി നടന്നു. ഇനി 10 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇപ്പോൾ ഇന്ന് ടോട്ടല് 30 കിലോമീറ്റർ നടന്നിട്ടും 8 കിലോമീറ്റർ വണ്ടിയിലും ആണ്. എന്താ വെയിലണ്ട, കണ്ണുകണ് കുത്തണം, അമ്മാതിരി വെയിലാണ്. അതാണ് സഹിക്കാൻ പറ്റത്ത്. എന്താ പിന്നെ പൊടിക്കാറ്റും വേണ്ട. അവിടെ ഒക്കെ ഉണ്ടാ വണ്ടിയാൾ പോയ അപ്പാണ് പൊടിയാണ് വരും. അവിടെ ഇടങ്ങാറാ. അയ്യോ, അങ്ങനെ ഗായ്സ് നമ്മൾ കുറച്ച് നടന്നപ്പോൾ വീണ്ടും നമുക്ക് ഒരു ലിഫ്റ്റ് കിട്ടി. ഇങ്ങോട്ട് ചോദിച്ചാണ് എല്ലാവരും പോരണോ ചോദിച്ചാണ്. ഒരു ഫോറസ്റ്റ് ഓഫീസറാണ്. അപ്പോൾ പറഞ്ഞാൽ
കരിക്കോടി ആക്കി തരാം, വെറുതെ നടക്കണ്ട ചൂടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങളവിടെ കയറി. അപ്പോൾ പിന്നെയും ഒരു 7 കിലോമീറ്റർ ഞങ്ങൾ വണ്ടിയിൽ വന്നു. അയ്യോ റൂം തപ്പി വെക്കാണ്. ഇവിടെ റൂം തന്നെ ഇല്ല, എല്ലായിടത്തും ബുക്കിങ്ങാണ്. അങ്ങനെ ഗൈസ് റൂം എടുത്തു. ഇതാണ് ഗൈസ് നമ്മളെ റൂം, ചെറിയ റൂം. ആൻഡ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഇനി ഫുഡ് കഴിക്കാം. ഇതാണ് ഗൈസ് ടാബോലെ രാത്രി കാഴ്ച. ഫുൾ റൈഡേഴ്സ് ആൻഡ് ടൂറിസ്റ്റാണ് ഇവിടെ ഉള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. കഴിച്ചിട്ട് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പറയട്ടെ. നല്ല വൈബാണ് ഇവിടെ. ടാബ് പറയേണ്ടത് കുറച്ച് വലിയ ടൗൺ പോലെയാണ്. വില്ലേജ് അല്ല, കുറച്ചുകൂടി നല്ല അടിപൊളി സെറ്റപ്പ് കടകളൊക്കെ ഉള്ള നൈസ് ആയിട്ടുള്ള ഒരു പ്ലേസാണ്. ഇതുവരെ കണ്ടതൊക്കെ നമ്മൾ നാക്കോ ആയാലും അതിന് മുമ്പുള്ള സാങ്കളൊക്കെ ആയാലും വില്ലേജുകളാണ്, ചെറിയ സംഭവങ്ങളുള്ളത്. ഇത് പറഞ്ഞത് കുറച്ചുകൂടി വലിയ ഒരു അങ്ങാടിയൊക്കെ പോലത്തെ ഒരു സംഭവമാണ് അവിടെ. ഇസുസു ഫുൾ ഭയങ്കര സെറ്റപ്പാണ് അവിടെ. കാലൊക്കെ ഭയങ്കര സീനാണ്. കാലം കണ്ട ചൂടടിച്ചിട്ടൊരു സാധനം പൊന്തിയാണ്ട് നിൽക്കണം, അത് പൊട്ടാതെ തന്നെ ഒരു രസമില്ല. ഗൈസ് നോക്കി എന്താണ് സാധനം വെച്ചിട്ടാ ഫുൾ മൂൺ. ഇന്നെന്തോ പ്രത്യേകത ഉണ്ടായിരുന്നു. ഡോക്ടർ ക്രോമിൻ്റെ സ്റ്റോർ എന്തോ വേണ്ടിയിരുന്നു. ഇന്ന് പ്രത്യേകത ഉണ്ടായിരുന്നു. ഫുൾ മൂണ്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ മേഘങ്ങളിങ്ങനെ നിൽക്കണ്. ഇത് കാണാൻ എങ്ങനെ ഉണ്ട് നിൽക്കാമല്ലോ, പക്ഷെ ഭയങ്കര രസമുണ്ട് കാണാനിത്. ഒരു കാർട്ടൂണിക് എഫക്റ്റ്. എന്താണ് സീൻ ഇത് കണ്ട, ഇവിടുത്തെ കടകൾ കണ്ട. നമ്മളിപ്പോൾ ഉള്ളത് ടാബോലുള്ള ഒരു സ്റ്റോറിലാണ്. എന്തൊക്കെ സാധനങ്ങൾ അറിയാം, എല്ലാം പാടും ഒക്കെപ്പാട് മേടിച്ചു എന്നാന്ന് തോന്നുന്നത്. വേണ്ട ലേസൊക്കെ ഉണ്ടോ മോനെ, വെറൈറ്റി സാധനങ്ങൾക്ക് ഇവിടെ പിസ്ത, ബദാം, പംകിൻ സീഡ്സ്, അണ്ടിപ്പരിപ്പ്, ഒറിയോ, പല സാധനങ്ങളുണ്ട്. നോക്കി അങ്ങനെ കഴിച്ച് ഏകദേശം 45 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് എന്താ പറയുക, എത്തേന് പേര് ഫ്രൈഡ് റൈസ് വന്നതാണ് ഗൈസ്. തിന്നട്ടെ, ഓക്കെ ബൈ. പൈച്ചിട്ട് നിൽക്കാൻ പറ്റാ. അങ്ങനെ ഗൈസ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി എഡിറ്റ് ചെയ്യണം, കിടന്നുറങ്ങണം. അപ്പോൾ ഗൈസ് ഓക്കെ ബൈ, പീസ്. പിന്നെ കാണാം.